നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല. ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും. മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 5-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഉയർന്ന ആരോഗ്യത്തിനായി നിങ്ങളുടെ വ്യായാമം ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ദിനചര്യയിൽ നല്ല മാറ്റം ഉൾപ്പെടുത്തുക, അത് പതിവായി നിലനിർത്താൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോടുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള സ്വാധീനമുള്ളവരും പ്രധാനപ്പെട്ടവരുമായ ആളുകളുമായി നിങ്ങളുടെ പരിചയം വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണിത്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം അനുകൂല കാര്യങ്ങൾ കൊണ്ടുവരും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രാശിയിലെ ബിസിനസ് ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം പ്രശംസയും പുരോഗതിയും ലഭിക്കും. കാരണം ഈ സമയം നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാകും. കുറഞ്ഞ കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഈ ആഴ്ച ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് അധ്യാപകരുടെ സഹായം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുക. മേടം രാശിക്കാർ ഈ ആഴ്ച മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പോലും പാഴായിപ്പോകാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ എതിരാളികൾ ഈ സമയം കൂടുതൽ ശക്തരാകാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ ശ്രദ്ധയും ജാഗ്രതയും വേണം, അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ പകുതിയിൽ കോടതി സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റു തർക്കങ്ങൾക്കോ വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങളും ജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആഴ്ചയുടെ അവസാനത്തിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഇഷ്ടമുള്ളവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. ഇടവം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ മുൻപ് ആരോഗ്യത്തിനായി നിങ്ങൾ ചെലവഴിക്കേണ്ടിവന്ന കഠിനാധ്വാനം ഈ ആഴ്ച നിങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതം കുറഞ്ഞ പരിശ്രമങ്ങൾക്ക് ശേഷവും നേടാൻ കഴിയും. കാരണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 11-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് പണം ലഭിക്കും. പക്ഷേ നിങ്ങളുടെ വിനോദത്തിനായി കൂടുതൽ പണം ചിലവാകും. അതിനാൽ നിങ്ങളുടെ പണം ലാഭിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അവരെ അവഗണിച്ചാൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ദേഷ്യം കാണിക്കാം. ഈ ആഴ്ച പ്രണയത്തിലുള്ള രാശിക്കാർ ചില വലിയ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയുടെ ശേഷിയും നിലവാരവും കൊണ്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളെ പ്രശംസിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ അഹംഭാവം നിങ്ങളുടെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിജയം നേടാൻ കഴിയും. അവർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം നൽകും. ഇതിനൊപ്പം മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. സന്തോഷവും നല്ല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കാണാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്തോഷം നൽകും. ആഴ്ചയുടെ പകുതിയിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേര് ലഭിക്കും. കൂടുതൽ ആളുകൾ നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഈ ആഴ്ചയിൽ വീട്ടിലുള്ളവരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. കച്ചവടത്തിൽ ഒരുപാട് ദൂരം മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ഇഷ്ടമുള്ളവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. വീട്ടുകാർ നിങ്ങളുടെ ബന്ധം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. മാതാപിതാക്കളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. മിഥുനം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 1-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിന് അത്ര അനുകൂലമാകില്ല. എന്നിരുന്നാലും ഇത് വാരാന്ത്യത്തിൽ മെച്ചപ്പെടും. അതിനാൽ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത്. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ചെലവുകളിൽ നിങ്ങൾ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ഈ ആഴ്ച നിങ്ങളുടെ നല്ല പെരുമാറ്റം കുടുംബാംഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതുമൂലം നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ഇതൊക്കെയാണെങ്കിലും നിങ്ങളെത്തന്നെ ശക്തരാക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനാൽ തുടക്കം മുതൽ ഇത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ സമയത്ത് ഔദ്യോഗിക ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലികൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കാതെ അനാവശ്യ കാലതാമസം ഒഴിവാക്കണം.
അപ്പോൾ മാത്രമേ ജോലിസ്ഥലത്ത് നിങ്ങളുടെ മുതിർന്നവരുടെ പിന്തുണ നിങ്ങൾക്ക് നേടാൻ കഴിയൂ. ചിത്രങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ രസകരമായ ഒരു ഭാഗമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അവരുടെ പഴയ ചിത്രങ്ങൾ കൊണ്ട് പഴയ സന്തോഷകരമായ നിമിഷങ്ങളുടെ ഓർത്തെടുക്കാം. അങ്ങനെ അവർ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ കാര്യങ്ങൾ തുടക്കം മുതൽ ഇത് ഓർക്കേണ്ടതാണ്. ഒരു പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഈ സമയം മികച്ചതായിത്തീരും. മിഥുനം രാശിക്കാർ ഈ ആഴ്ച ഏതൊരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുൻപും നന്നായി ആലോചിക്കണം. നിങ്ങൾക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരുമായി സംസാരിക്കുക. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകാലത്തേക്ക് മാറ്റിവെക്കുക. ആഴ്ചയുടെ പകുതിയോടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ചയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥലം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ പങ്കാളി എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കും. കർക്കിടകം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ അടുത്തിടെ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചതിനാൽ നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകേണ്ടതുണ്ട്. വിശ്രമിക്കുന്നത് വളരെ അനുകൂലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടാതെ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നഷ്ടസാധ്യത കാണുന്നു. നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ നിങ്ങളിൽ നിന്ന് വായ്പ ചോദിക്കാം. അതിനാൽ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയെയും ഇപ്പോൾ അവഗണിക്കുന്നതാണ് നല്ലത്. അല്ലാത്തപക്ഷം നിങ്ങളുടെ പണം തിരികെ ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പിന്നീട് നിങ്ങൾ വിഷമിക്കും. ഈ ആഴ്ച സന്തോഷകരവും അതിശയകരവുമായിരിക്കും. നിങ്ങളുടെ വീട് അതിഥികളാൽ നിറക്കാൻ കഴിയും. ഇതിനൊപ്പം കുടുംബവുമായുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ സന്തുഷ്ടരായിരിക്കാൻ സഹായിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാത്തതാണെങ്കിൽ ആരോടും ഒരു വാഗ്ദാനവും നൽകരുത്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തടസ്സങ്ങൾ കാരണം ചില ജോലികൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ഈ ആഴ്ച ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് അധ്യാപകരുടെ സഹായം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുക. കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. വീട്ടിലും പുറത്തും ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. നല്ല സമയം വരുന്നതുവരെ കാത്തിരിക്കുക. എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ആഴ്ചയുടെ പകുതിയോടെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ കോടതിയിൽ പോകാതെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ വരുന്നതിനാൽ മുഖവും തൊണ്ടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച അത് ഒഴിവാകും. എന്നിരുന്നാലും ഇതിനായി നിങ്ങൾ വളരെയധികം തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ പുതിയ പഴങ്ങൾ കഴിക്കുക. വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കുക. മുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം കുടിക്കാനും ശ്രമിക്കുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുമ്പത്തെ ഏതെങ്കിലും നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ മറ്റുള്ളവർക്കായി പാർട്ടിക്ക് നൽകാൻ നിങ്ങൾക്ക് പദ്ധതിയിടാം. അതിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നൽകേണ്ടിവരും. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഈ ആഴ്ച വീട്ടിലെ മുതിർന്ന ആളുകളിൽ നിന്ന് നിങ്ങളാവശ്യമുള്ളതിലും കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടാം. ഇതുമൂലം നിങ്ങളുടെ വ്യക്തിജീവിതം സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല, അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് നിങ്ങളുടെ ജോലിസ്ഥലത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇക്കാരണത്താൽ നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടതായി തോന്നാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തുടർച്ചയായ ഉയർച്ചതാഴ്ചകൾ കാരണം നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ ദേഷ്യം ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും. ജോലിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുമൂലം ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾ അവരുടെ അവധിക്കാലത്ത് അവരുടെ വീട്ടുപകരണങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും അവ ശരിയായില്ലെങ്കിൽ ഇത് വിദ്യാർത്ഥികൾക്ക് മോശം അനുഭവം നൽകുന്നു. ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ മുന്നിൽ മൗനം പാലിക്കുന്നത് വിവേകപൂർണമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സമ്മിശ്ര ഫലമുള്ള ആഴ്ചയായിരിക്കും. ചില സമയങ്ങളിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീയുടെ സഹായത്തിലൂടെ നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും. കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള ഒരാളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. ഒരു മുതിർന്ന വ്യക്തിയുടെ സഹായത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ആഴ്ചയുടെ പകുതിയിൽ യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
കൂടുതൽ ജോലിഭാരം ഉണ്ടാകും. കച്ചവടത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. നിങ്ങളുടെ കച്ചവടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പണം തിരിച്ചുകിട്ടാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. കന്നി രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടും. നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. അതിനാൽ ഒരു പുണ്യാത്മാവിന്റെ ദിവ്യവാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് സംതൃപ്തി നൽകും. അതുപോലെ തന്നെ ഇവ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തും. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ശരിയായി ആലോചിക്കാതെ നിങ്ങളുടെ പണം വീടിന്റെ നിരവധി വസ്തുക്കൾക്കായി ചെലവഴിക്കും. ഇത് ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഠിനമാക്കും. നിങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിക്കും. വീട്ടിലെ ഒരു മുതിർന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദീർഘനാളായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് കഴിയും. ഇത് കുടുംബത്തിന്റെ അന്തരീക്ഷവും മെച്ചപ്പെടുത്തും. ഇതോടൊപ്പം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം പങ്കിടും. നിങ്ങളുടെ പ്രണയ പങ്കാളിക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നൽ ഈ ആഴ്ച ഇല്ലാതാകും. അത്തരമൊരു സാഹചര്യത്തിൽ ബിസിനസ്സിൽ വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള എല്ലാ വ്യത്യാസങ്ങളും നിങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജോലിയുടെ പിന്നിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നു. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല, ഈ വിജയം നിങ്ങളുടെ പുരോഗതിയിലേക്കും നയിക്കും. ഇതുമൂലം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ബഹുമാനം സമൂഹത്തിൽ വർദ്ധിക്കും. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച ജോലിസ്ഥലത്ത് വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാനും ശമ്പളം കൂടാനും സാധ്യതയുണ്ട്. വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഗ്രഹം ഈ ആഴ്ചയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. വീട് വാങ്ങാനും വിൽക്കാനും സാധ്യതയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. തുലാം രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച മികച്ചതാണെങ്കിലും എന്തിനെക്കുറിച്ചും അമിതമായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നൽകും. അതിനാൽ ഈ ശീലത്തിൽ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ നിങ്ങൾ ശ്രമിക്കും. അതിൽ ആഴ്ചാവസാനത്തോടെ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം ശേഖരിക്കാൻ കഴിയും. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ആളുകൾക്ക് നൽകിയ പഴയ വായ്പകൾ തിരികെ നേടാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പണം സമ്പാദിക്കാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ തമ്മിൽ കുടുംബ വൈരാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമൂലം കുടുംബ സമാധാനവും അസ്വസ്ഥമാകാം. എന്നിരുന്നാലും ഈ സമയത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തർക്കമുണ്ടാക്കാം. നിങ്ങൾക്ക് മുമ്പ് അസ്വസ്ഥരായവരെക്കുറിച്ച് നിങ്ങളുടെ ബോസുമായി സംസാരിക്കാനുള്ള അവസരം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ നല്ല മാനസികാവസ്ഥ ഓഫീസ് അന്തരീക്ഷം മുഴുവൻ മികച്ചതാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അനാവശ്യ അതിഥിയുടെ വീട്ടിലെത്തിയതിനാൽ വിദ്യാർത്ഥികൾ ആഴ്ച മുഴുവൻ വെറുതെ പാഴാക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സാധ്യമെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി പഠിക്കുക. അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ ഇതിന്റെ നിഷേധഫലം നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും. തുലാം രാശിക്കാർ ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് ഒരു തെറ്റും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. മറ്റുള്ളവരുമായി കൂടുതൽ അടുപ്പം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കീർത്തിയില്ലാതാക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം കച്ചവടത്തിൽ വലിയ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കോടതിയിലുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ആഴ്ചയുടെ പകുതിയിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. കൂടുതൽ ജോലി ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ക്ഷീണം തോന്നാം. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല സമയം ഉണ്ടാകും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. വൃശ്ചികം രാശി, ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യരംഗത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ചെറിയ പ്രശ്നങ്ങൾ വരുകയും പോകുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു വലിയ രോഗത്തിനും ഇരയാകില്ല. മുമ്പത്തേതിനേക്കാൾ ശാരീരികമായി നിങ്ങൾ ആരോഗ്യവാന്മാരാകും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തി പണം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിചയസമ്പന്നരുമായ ആളുകളുടെ ഉപദേശപ്രകാരം മാത്രം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയൂ. ഈ ആഴ്ച നിങ്ങളുടെ മനോഭാവം വളരെ ദേഷ്യത്തിലാകാം. വീട്ടിലെ ഒരു സംഭാഷണത്തിനിടയിലും ചർച്ചയ്ക്കിടയിലും നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചില അസുഖകരമായ കാര്യങ്ങൾ പറയാം. അതിൽ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടിവരും. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിനു മുമ്പ് ആലോചിക്കേണ്ടതാണ്.
ഏതെങ്കിലും പുതിയ ജോലി ആരംഭിക്കുന്നതിനോ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിനോ ഉള്ള യോഗം കാണുന്നു. ഈ സമയത്ത് നിങ്ങൾ പുതിയതായി നിക്ഷേപിക്കുകയോ ആരംഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം നേടാൻ കഴിയും. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് എപ്പോഴും വിജയം ലഭിക്കണമെന്നില്ല. ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന പരാജയം നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയ്ക്കും. നിങ്ങളുടെ മനസ്സിൽ ഓടുന്ന നിരവധി സംശയങ്ങൾ നിങ്ങളെ അസ്വസ്ഥമാക്കാം. വൃശ്ചികം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ശ്രദ്ധിച്ചു ഓടിക്കുക. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവാം. ഈ ആഴ്ചയുടെ പകുതിയിൽ കുടുംബത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടിലുള്ളവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ സൂക്ഷ്മതയോടെ ഇടപഴകുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം സാധാരണ രീതിയിൽ പോകും. ധനു രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ ഒരു മാംസാഹാരിയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ബലഹീനതയുടെ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാനാകും. എന്നിരുന്നാലും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനു പകരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം ദഹിപ്പിക്കാൻ 30 മിനിറ്റോളം ദിവസവും നടക്കുന്നതും നല്ലതാണ്. നിങ്ങൾ സർക്കാർ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ആഴ്ചകൾ നിങ്ങൾക്ക് മികച്ചതുമായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മികച്ച ലാഭം നൽകും. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം കാരണം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നീക്കം ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പുകളുടെ സഹായം നേടാൻ കഴിയും. ഇത് നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യസമയത്ത് ഓഫീസിൽ നിന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ ശത്രുക്കൾക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ജോലിസ്ഥലത്തും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും പ്രവർത്തനശേഷിയുടെയും അനുസരിച്ച് നിങ്ങളുടെ നില വർദ്ധിക്കും. നിങ്ങൾക്ക് അനുകൂലമായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ സമയത്ത് എഞ്ചിനീയറിംഗ്, IT മുതലായവ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ശ്രമത്തിനു ശേഷവും മികച്ച ഫലങ്ങൾ നേടാൻ കഴിയും. ഈ സമയത്ത് നിങ്ങൾ നൽകുന്ന ഏത് പരീക്ഷയിലും മികച്ച മാർക്ക് നേടിക്കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച വളരെ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ജോലിസ്ഥലത്ത് കൂടുതൽ ജോലി ഉണ്ടാകും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാ ജോലികളും കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കും. വിദേശത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. കച്ചവടത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് തെറ്റാൻ സാധ്യതയുണ്ട്. സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കും. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യതയുണ്ട്. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ ഒരാളോട് ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. കുടുംബത്തോടൊപ്പം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകും. മകരം രാശി. ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു 8-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം നിങ്ങളിൽ ധാരാളം ആത്മവിശ്വാസക്കുറവ് കാണും. അത്തരമൊരു സാഹചര്യത്തിൽ ധൈര്യമാണ് എല്ലാം എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെക്കാലമായി തുടരുന്ന നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകുന്നതാണ്. ഈ ആഴ്ച വിവാഹിതരായ രാശിക്കാർക്ക് ആദ്യം മുതൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആരോഗ്യപ്രശ്നം കാരണം നിങ്ങൾ അവർക്കായി ധാരാളം പണം ചിലവഴിക്കേണ്ടിവരാം. ഇത് വരും കാലങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വഷളാക്കും. നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ മൂലം നിങ്ങളുടെ മാതാപിതാക്കൾ ആത്മവിശ്വാസമുള്ളവരാകും. ഇതിനായി നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ മാതാപിതാക്കളോട് എല്ലാം പറയുകയും അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അറിയുകയും വേണം. ഈ ആഴ്ച ജോലിയിൽ മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനോഭാവത്തെ അല്പം ധാർഷ്ട്യവും അഹങ്കാരവുമുള്ളതാക്കും. തൽഫലമായി വ്യക്തിപരവും തൊഴിൽപരവുമായ വശങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ നേരിടാം. അതിനാൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിനു മുമ്പ് സൗമ്യത പുലർത്താനും മറ്റുള്ളവർ നൽകുന്ന ഉപദേശങ്ങൾ പാലിക്കാനും ശ്രദ്ധിക്കുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആസ്വദിക്കും. അതിനാൽ അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കാം. ഇത് വരാനിരിക്കുന്ന നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സമ്മിശ്ര ഫലമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തുക. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് വീട്ടിലുള്ളവരുമായി പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലോ വസ്തു സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. കച്ചവടത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ താമസമുണ്ടാവാം. ഇത് നിങ്ങൾക്ക് സങ്കടമുണ്ടാക്കും. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്.
നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ചേക്കാം. കുംഭം രാശി, ഈ ആഴ്ച സമൂഹത്തിലെ നിരവധി വലിയ ആളുകളെ കണ്ടുമുട്ടാൻ നിങ്ങൾ കാണും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമൂഹിക ഒത്തുചേരൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത് പ്രധാനമാണ്. അതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി 2ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിന്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും. എന്നിരുന്നാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കേടുപാടുകൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പണം അതിൽ ചെലവഴിക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നല്ല രീതിയിൽ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കുടുംബസമാധാനത്തെ ബാധിക്കും. ഇതുമൂലം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആന്തരിക ഉന്മേഷത്തിനും വിനോദത്തിനും മികച്ചതായിരിക്കും. ഈ ആഴ്ചയിലുടനീളം എല്ലാത്തരം ബിസിനസ് ഇടപാടുകളിലും നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾ അവരുടെ അവധിക്കാലത്ത് അവരുടെ വീട്ടുപകരണങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും അവ ശരിയായില്ലെങ്കിൽ ഇത് വിദ്യാർത്ഥികൾക്ക് മോശം അനുഭവം നൽകുന്നു. കുംഭം രാശിക്കാർ ഈ ആഴ്ച എല്ലാ കാര്യത്തിലും ധൃതി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യവും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യരുത്, പിന്നീട് നിങ്ങൾ വിഷമിക്കേണ്ടിവരും. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ കഷ്ടപ്പെടുക. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കും. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. മീനം രാശി, ഈ ആഴ്ച പതിവ് വ്യായാമം നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ സംഭവിക്കും. അമിതവണ്ണമുള്ളവർക്ക് പ്രത്യേകിച്ച് സമയം നല്ലതായിരിക്കും. ആ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒഴിവാകാനും സഹായിക്കും. ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതിനാൽ ഒരു പ്രവൃത്തിയിലും അനാവശ്യ തിടുക്കം കാണിക്കാതെ ക്ഷമയോടെ പ്രവർത്തിച്ച് നിങ്ങളുടെ പണം ഏതെങ്കിലും നിക്ഷേപത്തിൽ നിക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക. ഈ ആഴ്ച ഒരു ബന്ധുവിന്റെ ഏത് ശുഭസംഭവവും നിങ്ങളുടെ കുടുംബത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ഇതിനൊപ്പം ഈ സമയത്ത് ഒരു അകന്ന ബന്ധുവിൽ നിന്നുള്ള പെട്ടെന്നുള്ള ചില നല്ല വാർത്തകൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഈ സമയം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. അതിനാൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നാം. അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ പരിപാലിക്കുക. ആവശ്യമെങ്കിൽ ഒരു നല്ല ഡോക്ടറെ കാണുക. മീനം രാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ചയുടെ പകുതിയിൽ നിങ്ങൾ മടി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഈ ആഴ്ചയുടെ അവസാനത്തിൽ കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യതയുണ്ട്.